ഞാൻ 3 നിലകളിൽ കാണുന്നു. ഒന്ന്, മമതാ ബാനർജി എന്ന വ്യക്തി, ആ വ്യക്തിയുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണുള്ളത്. 2, മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയായിട്ട് ചിലപ്പോൾ ചട്ടിയും കലവും പോലെ തട്ടിയും മുട്ടിയും ഒക്കെ ഇരിക്കും. ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താൻ ഞാൻ ശ്രമിക്കുന്നു. അതൊരു പക്ഷേ അവർക്ക് അലോസരം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഒരു പ്രൊഫഷണൽ റിലേഷനായി നിർത്താൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. വി എഗ്രി ടു ഡിസഗ്രി എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. മമതാ ബാനർജി എന്ന രാഷ്ട്രീയക്കാരി എൻ്റെ വിഷയമേ അല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് എടുത്തിരിക്കുന്ന നിലപാടുകളിലൊക്കെ അങ്ങനെ എന്താണ് അവരുടെ ഏത് രീതിയിലുള്ള ഒരു വിവാദ വിഷയങ്ങളാണല്ലോ. വൈസ് ചാൻസലർമാരെ ഒരു ഘട്ടത്തിൽ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ചാൻസലർ എന്ന നിലയിൽ ഗവർണർ തിരഞ്ഞെടുത്തിരുന്നു. ഇന്ന് സുപ്രീം കോടതി വെച്ച ഒരു കമ്മിറ്റി തിരഞ്ഞെടുപ്പ് നടത്തുന്നു. അതിൽ തന്നെ ഏതെങ്കിലും കാൻഡിഡേറ്റിനെ കൊണ്ട് ഗവർണർക്ക് എതിരഭിപ്രായം ഉണ്ടായെങ്കിൽ ചാൻസലർ എന്ന നിലയിൽ അത് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലം കാത്തിരിക്കുന്നു. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം മമതാ ബാനർജി വളരെ മുഖ്യമന്ത്രി എന്നുള്ളതില്ല, അതൊക്കെ എങ്ങനെയാണ് തള്ളുകയാണോ കൊള്ളുകയാണോ? സ്വതന്ത്രവും നീതിപൂർവവുമായ തിരഞ്ഞെടുപ്പിന് SIR ആവശ്യമാണ് എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ ഇതിൽ ന്യൂനതകളുണ്ടെങ്കിൽ, അപാകതകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള സകല അധികാരവും അവകാശവും ഒരു ജനാധിപത്യത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിക്കുണ്ട്. അവരത് ചെയ്യുന്നു. അതിന് ശാശ്വതമായ ഫലപ്രദമായ പരിഹാരം കണ്ടെത്താൻ കഴിയും. അതിനുള്ള ശക്തി നമ്മുടെ ഭരണഘടനയ്ക്കുണ്ട്.